ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലാണ്. മണാലിയിൽ ബൻസാരി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് ഞാൻ റൂമിൽ നിന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ്. കുറച്ച് സ്ഥലങ്ങളിപ്പം കാണാൻ ഇറങ്ങണം. ഹഡിംബ ടെമ്പിളിലേക്ക്, ഫേമസ് ആയിട്ടുള്ള ഹഡിംബ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒന്ന് റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ടാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നാൽ ഹഡിംബ ടെമ്പിൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, അടിപൊളി, നല്ല വില്ലേജ് ഏരിയ, നല്ല ഒരു അടിപൊളി ഏരിയ കേട്ടോ. അതാ പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ സ്നോ വീണിട്ടുണ്ട്. ഇതാണ്ടോ, സ്നോ വീണിട്ടുണ്ട്. സ്നോഫോൾ ഏകദേശം 2 ദിവസം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടോ. അതിൻ്റെയാണ് ഈ ഉണ്ടോ, അവിടെയൊക്കെ ഉണ്ട് വലിയ വലിയ മഞ്ഞുമലകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ റോഡാണ് കേട്ടോ വന്നത്. ഹഡിംബ ടെമ്പിൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഇതാ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്, വിൻ്ററിൻ്റെ സാധനങ്ങളാണ് എല്ലാം ഉള്ളത്. നമ്മൾ കുറച്ച് മലയാളീസിനെ കൂടെ അവിടെ കണ്ടിട്ടുണ്ട്. ആ പോകുന്നത് മലയാളീസാണ് കേട്ടോ. നമ്മളിവിടെ ഒറ്റയ്ക്ക് വന്നോണ്ട് കേട്ടോ. റൂമിലൊക്കെ എക്സ്പെൻസ് വരുന്ന ആൾ കൂടുതലുണ്ടെങ്കിൽ 400 രൂപയ്ക്ക് നമുക്ക് 4 ആൾ വീതം എല്ലാം നിന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 100-150 രൂപയൊക്കെ ആ റേഞ്ചിൽ നമുക്ക് റൂമുകൾ കിട്ടും. അപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നമാണിത്. അല്ലെങ്കിൽ ഇവിടുന്ന് കണക്റ്റ് ആക്കിയിട്ട് പോകണം. ഇതിനു മുമ്പ് കാശ്മീരിൽ പോയപ്പോൾ എന്തോ ആയത്തിന് 4-5 ആൾക്കാർ അവിടെ കിട്ടി. നല്ല അടിപൊളി ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ റേറ്റില്ല, അത് റേറ്റ് എല്ലാവർക്കും സെയിം ആട്ടോ. പക്ഷേ ഇതിൽ അടിപൊളിയായിരുന്നു. ഇനിയിപ്പം ഇവിടെ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നോക്കണം. ഇനിയിപ്പം ഇവിടെ നടന്നു പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് ഇവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഹഡിംബ ടെമ്പിൾ ആട്ടോ. ഇത് കുറച്ച് മുമ്പ് 2 ദിവസം മുമ്പ് വരെ ഇവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അതൊക്കെ പോയി. മണാലിക്കാരുടെ പ്രാദേശിക വസ്ത്രമായ പാട്ടുവാണിത്. ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് യാക്കിൻ്റെ പുറത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് ഈ വഴിയിലൊക്കെ കാണാൻ കഴിയും. ധോംകി പാർക്കിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും ദേവദാരു മരങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശം. പ്രാദേശികമായി ഈ ക്ഷേത്രത്തെ ധൂംക്രി ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു ഗുഹാക്ഷേത്രമാണ്. ഹിന്ദു രാക്ഷസ ദേവതയായ ഹിഡംബയ്ക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. പഞ്ഞിക്കട്ട പോലത്തെ മുയലുകളെയും ആട്ടിൻകുട്ടികളെയൊക്കെ പിടിച്ചിരിക്കുന്ന അമ്മമാരെ ഈ വഴിയിലൊക്കെ കാണാൻ കഴിയും. ഇവിടുത്തെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഇതിനെയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നത്. മഹാഭാരതത്തിലെ ഇതിഹാസത്തിൻ്റെ പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമന്റെ പത്നിയാണ് ഹിഡിംബ. BC 1555 മഹാരാജ ബഹദൂർ സിംഗ് വിഭാവനം ചെയ്ത ഈ ക്ഷേത്രം ഒരു പുരാതന ഗുഹയ്ക്ക് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ മുൻപ് ഹിഡിംബ ദേവിയെ ഒരു ദേവതയായി ആരാധിച്ചിരുന്നു. ഐതിഹ്യത്തിൽ രാക്ഷസ കുടുംബത്തിൽ ജനിച്ച ഹിഡിംബ തൻ്റെ സഹോദരൻ ഹിഡിംബനുമൊത്ത് ഇവിടെ താമസിച്ചുവെന്ന് പറയപ്പെടുന്നു. തൻ്റെ ശക്തനായ സഹോദരൻ ഹിഡിംബനെ പരാജയപ്പെടുത്തി തൻ്റെ ശക്തിയും കഴിവും തെളിയിക്കുന്ന ഒരാളെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് അവൾ ശപഥം ചെയ്തു. ആ കാലഘട്ടത്തിലാണ് പഞ്ചപാണ്ഡവന്മാർ മണാലി സന്ദർശിക്കുന്നത്. അവരിൽ ഏറ്റവും ശക്തനായ ഭീമൻ ഹിഡിംബനെ വധിക്കുകയും ഹിഡിംബിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഹിഡിംബി ഘടോൽഖജൻ എന്ന കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പിന്നീട് ഭീമനും സഹോദരന്മാരും പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഹിഡിംബി അദ്ദേഹത്തോടൊപ്പം പോവാതെ ഒരു ദേവതയുടെ പദവി നേടുന്നതിനായി ഒരു തപസ്യയായി മാറുകയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ മരം കൊണ്ടുള്ള വാതിലുകളും 24 മീറ്റർ ഉയരമുള്ള ഗോപുരവും ഈ ഘടനയുടെ മുകളിലുണ്ട്. 3 ചതുരശ്ര മേൽക്കൂരകൾ തടി കൊണ്ടുള്ള ടൈലുകൾ കൊണ്ടും ഏറ്റവും മുകളിലത്തെ 4ാമത്തെ മേൽക്കൂര പിച്ചള കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുമ്മായവും ചളിപുരണ്ട കല്ലുകളും കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. 7 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള പിച്ചള ചിത്രം മാത്രമാണ് ഹിഡിംബ ദേവിയെ പ്രതിനിധീകരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ക്ഷേത്രത്തിനുള്ളിൽ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ദേവതയുടെ പാദങ്ങളുടെ മുദ്ര ആരാധിക്കപ്പെടുന്നു എന്നതാണ്.
ഹിഡിംബ ക്ഷേത്രം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം വേനൽക്കാലത്താണ്, പ്രത്യേകിച്ച് മെയ് മാസങ്ങളിൽ. മെയ് മാസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ 3 ദിവസത്തെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. അതിനായി രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ മഞ്ഞ് മൂടിയ മണാലിയും ഹിഡിംബ ക്ഷേത്രവും കാണുവാൻ വേണ്ടി വിൻ്ററിൽ തന്നെ എത്തണം. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. 2 ദിവസം മുമ്പ് പെയ്തിട്ടുള്ള മഞ്ഞാണ് കേട്ടോ ഇത്. ഏകദേശം ഉറച്ച് കിട്ടുന്നുണ്ട്. എപ്പോഴതാ ഉണ്ടോ താഴ്ഭാഗത്തേക്കുള്ള ഇതെല്ലാം മഞ്ഞ് ഉറച്ച് നിൽക്കുകയാണ്. കളറൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഹിഡിംബ ടെമ്പിൾ വെച്ചിട്ട് 2 മലയാളീസിനെ പരിചയപ്പെട്ടിട്ടാ. അത് പരിചയപ്പെട്ടത് എവിടെയാണ്? എന്റെ പേര് സോണി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. നിങ്ങളോ? എൻ്റെ പേര് അഭിജിത്ത്, ഫ്രം എറണാകുളം. ഇവരുടെ ബൈക്ക് റെൻ്റൊക്കെ എടുത്തിട്ടാണല്ലേ. താഴെ ടൗണിലാണ് കേട്ടോ റൂം എടുത്ത്. അങ്ങനെ കണ്ട് ഒരുപാട് മലയാളീസിനെ കാണുന്നുണ്ട്. അതെ അതെ, ഇവിടെ ഫുള്ള് മലയാളീസ് തന്നെ. ഓക്കെ, ഇനിയും കാണായിരിക്കും. അവിടെ നല്ല ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിന്യൂ കുറെ പേര്. ഇതുകൊണ്ടോ ഇവിടെ യാക്കിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാനെല്ലാം വേണ്ടിയിട്ട്. 50 രൂപ കേട്ടോ യാക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്നത്. ഒരുപാട് മലയാളീസ് കാണുന്നുണ്ട്. ഒരുപാട് ഷോപ്പുണ്ട്. ഞാനിവിടെ അവിടെ നിന്ന് നമ്മുടെ ടൗണിലോട്ട് പോകാൻ നോക്കുകയാണ്. ടൗണിലെ കുറച്ച് കാഴ്ചകൾ നോക്കാം. അതുപോലെ തന്നെ ഫോണിൽ ചാർജ് കുറവാണ് കേട്ടോ. അവിടെ നിന്ന് റൂമിൽ നിന്ന് ഒരുപാട് നേരം ഇരുന്നിട്ടില്ല, ഫുള്ളാക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. ഇതാ നമ്മൾ അങ്ങനെ നടന്ന് ഇതാ ഒരു മാർക്കറ്റിൻ്റെയോ മാൾ റോഡിലേക്ക് പോകുന്ന റോഡാട്ടോ ഇത്. ഹോട്ടലാണ് മെയിനായിട്ട്. ഇവിടെ ഹോട്ടലാണ്. അവിടെ ഇപ്പോൾ മലയാളീസ് എല്ലാം ഉണ്ട്. അവിടെ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഐവിക്ക് വന്നതാട്ടോ. നമ്മളെ ചെറിയ വീഡിയോക്കെല്ലാം കാണുന്ന പോലെ തന്നെ അതാ കുഞ്ഞി പീടികകളും അങ്ങനത്തെ കേട്ടോ ഇത്. ഇതൊക്കെ ആപ്പിളിൻ്റെ ചെടികളാണ്. സീസൺ അല്ലാത്തതുകൊണ്ട് ചില്ലകളൊക്കെ കൊത്തിയിട്ടാണുള്ളത്. സീസൺ ആകുമ്പോൾ ഏകദേശം സെപ്റ്റംബർ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ റെൻറ്റിന് കിട്ടുന്ന ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റ് ഏരിയ കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഭയങ്കര നല്ല റേറ്റ് ആയിരിക്കും സാധനങ്ങൾക്കൊക്കെ. ഇവിടെയൊക്കെ 2 ദിവസം മുമ്പുള്ള മഞ്ഞുകളാട്ടോ അത്. ഇതാ നമ്മുടെ മൗണ്ടൈൻസ് മല, വലിയ മഞ്ഞാലകൾ കുറച്ച് അപ്പുറത്തെ ഭാഗത്തുണ്ട് കേട്ടോ. കുറച്ചുകൂടി കൂടുതൽ കാണുന്ന രീതിയിൽ സ്പാകളൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ സാധനം എന്താ വൈന് കാര്യങ്ങൾ കേട്ടോ. ഇത് കണ്ടോ ഈ റോഡ് എവിടെയോ വേറെ ഏതോ രാജ്യത്തൂടെ നടക്കുന്ന പോലെ. ഒരുപാട് ദൂരം മഞ്ഞ മലയും ഈ ചില്ലകളൊക്കെ ആയിട്ടുള്ളത്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഇതാ സൈഡിലൂടെ ഇങ്ങനെ ഒരു നടക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഇതുണ്ടോ ഒരു ഷോപ്പിൻ്റെ അവിടെ ഇതാ മഞ്ഞ് വീണിട്ട്. നമുക്ക് മഞ്ഞ് കാണുമ്പോൾ ഒരു ഇതുണ്ടാവും, ആവേശം ഉണ്ടാവും. പക്ഷെ ഇവർക്ക് മഞ്ഞ് വീണാൽ ചിലപ്പോൾ റോഡൊക്കെ ക്ലോസ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുറേ സാധനങ്ങൾ മഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഷോപ്പിന് മുന്നിലൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴാണ് ഇവിടെ കാലാവസ്ഥ മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. മാൾ റോഡ് കേട്ടോ. ഇവിടെ ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. നമ്മളൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവിടെയൊക്കെ നല്ല മഞ്ഞായിരുന്നു. അതൊക്കെ പോയി. ഇത് നമ്മളെ മാൾ റോഡിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഒരുപാട് കച്ചവടക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മലയാളീസിനെയും പോകുന്ന വഴിക്ക് അത്യാവശ്യം കുറേ കാണുന്നുണ്ട്. ഫുഡിന് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല ഫുഡ് മാത്രമല്ല, അത്യാവശ്യം എല്ലാത്തിനും എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ ഒരു വേറെ സ്ഥലത്ത് കിട്ടിയിട്ട് അവിടെ അത്യാവശ്യം കുഴപ്പമില്ല റേറ്റിനാണ് ഫുഡ് കിട്ടി. അവിടെ നിന്ന് ചാർജ് ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് കേട്ടോ നൈറ്റ് ആയിപ്പോയി. ഇവിടുത്തെ മാൾ റോഡിൻ്റെ കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. നോയ്സ് ഉണ്ടാവും, മൈക്കില്ല. അതുകൊണ്ട് നോയ്സ് ഉണ്ടാവും അത്യാവശ്യം. ഇതുണ്ടല്ലോ ഗുലാബ് ജാം പോലത്തെ സാധനം. നേരത്തെ ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ ട്രൈ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. 50 രൂപയാണ് കേട്ടോ നിങ്ങൾ റേറ്റ് വരുന്നത്. നല്ല ചൂടുള്ളൊരു സംഭവം കേട്ടോ. നല്ല മധുരമായിട്ടുള്ള സാധനം. അത്യാവശ്യം നല്ല റഷ് ആവുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒന്നും ഇത്ര ഇല്ലേനു. അതുപോലെ ഒരുപാട് ഉള്ളിലായിട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. ചെറിയ റേറ്റിൽ പല റേറ്റിലുള്ള ചെറുതും വലുതായിട്ട് പല റേറ്റിലുണ്ട് കേട്ടോ. നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഉണ്ടാവും.
തട്ടുകടകളുണ്ട് കേട്ടോ അതുപോലെ. भैया क्या क्या तवा चिकन है तवा चिकन कितना है हाफ के जी. ഇതാണ് കേട്ടോ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഇവിടെ ഉള്ളത്. കയറിയിട്ടില്ല, നാളെ കയറാൻ പറ്റുമെന്ന് നോക്കണം. ഇതാണ്ട് ബുദ്ധിസ്റ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടിബറ്റൻ ഫ്ലാഗുകൾ ഒരുപാടുണ്ട്. നാളെ കയറണം. ഇന്ന് കയറാൻ പറ്റിയില്ല. ഇന്ന് കയറിയാൽ തന്നെ ഫോണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് കയറിയിട്ടില്ല. അങ്ങനെ മണാലി ടൗണിൽ നിന്ന് നൈറ്റത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രെക്ക് ചെയ്തിട്ടോ. ഒരു വില്ലേജ് ഏരിയ ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ വഴി തെറ്റിപ്പോയി. രാവിലെയാണ് വന്നത്, അതുകൊണ്ട് വഴികളിപ്പോൾ രാത്രി ആയപ്പോൾ വഴികളൊന്നും മനസ്സിലാവുന്നില്ല. വഴി ഒരുപാട് തെറ്റിപ്പോയി. അങ്ങനെ അവസാനം ഇതാ റൂമിലെത്തി. ഇനിയിപ്പം നാളത്തെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.